ഹലോ മക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 9ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്റർ പേഴ്സ് ഓഫ് ഇക്വേഷൻ അല്ലെങ്കിൽ സമവാക്യ ജോഡികൾ, ഈ ചാപ്റ്ററിലെ 16ാമത്തെ പേജിലെ 3ാമത്തെ ക്വസ്റ്റ്യൻ ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ പാഠഭാഗത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇത് ഏറ്റവും എളുപ്പമായ രീതിയിൽ എങ്ങനെ സോൾവ് ചെയ്യാം നോക്കാം നമുക്ക്. ഓക്കെ, ചോദ്യം ഇങ്ങനെയാണ്: 4 years ago Rahim's age was 3 times the age of Ramu. After 2 years, it would become 2 times. What are the ages now? മലയാളത്തിൽ ചോദ്യം ഇങ്ങനെ: 4 വർഷം മുമ്പ് റഹീമിന്റെ പ്രായം രാമുവിന്റെ വയസ്സിന്റെ 3 മടങ്ങായിരുന്നു. 2 വർഷം കഴിയുമ്പോൾ ഇത് 2 മടങ്ങാകും. അങ്ങനെയാണെങ്കിൽ അവരുടെ ഇപ്പോഴത്തെ പ്രായം എത്രയാണ്? ഇതാണ് ചോദ്യം. അതായത് നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? റഹീമിന്റെയും രാമുവിന്റെയും ഇപ്പോഴത്തെ പ്രായം കണ്ടുപിടിക്കണം, വയസ്സ് കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി മുന്നിലത്തെ ചോദ്യം ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണോ കണ്ടുപിടിക്കേണ്ടത് അതിനെ എക്സും വൈ ആയിട്ട് എടുക്കണം അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം, എങ്ങനെ തുടങ്ങാം? ഏജ് ഓഫ് റഹീം എക്സ് എടുക്കാം, റഹീമിന്റെ വയസ്സ് എക്സ് എന്നും രാമുവിന്റെ വയസ്സ് വൈ എന്നും എടുക്കാം. ഏജ് ഓഫ് രാമു വൈ എന്നെടുക്കാം. അങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, നോക്കാം. ഓക്കെ, ഏജ് ഓഫ് റഹീം. റഹീമിന്റെ ഇപ്പോഴത്തെ വയസ്സ്. അതായത് മലയാളത്തിൽ എഴുതുന്നില്ല, നിങ്ങളത് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, ഏജ് ഓഫ് രാമു പ്രസന്റ് ഏജ് ആണ്, ഇപ്പോഴത്തെ ഏജ് എക്സ് വൈ. ഇനി നമുക്കറിയാം നമ്മുടെ വയസ്സ് 4 വർഷം മുമ്പ് നമ്മൾ ഇപ്പൊ ഉള്ളതിനേക്കാൾ 4 കുറവായിരിക്കും അല്ലെ. അങ്ങനെയാണെങ്കിൽ 4 years ബിഫോർ റഹീമിന്റെ ഏജ് എത്രയായിരിക്കും? എക്സ് -4 ആയിരിക്കും അല്ലെ. ഇപ്പോഴുള്ള വയസ്സിൽ നിന്ന് 4 കുറയുമല്ലോ. അതേപോലെ രാമുവിന്റെ 4 വർഷം മുമ്പുള്ള വയസ്സ് എത്രയായിരിക്കും? y -4 ആയിരിക്കും അല്ലെ. അപ്പൊ ഇങ്ങനെ എഴുതാം നമുക്ക്: 4 years ബിഫോർ. 4 years ബിഫോർ രണ്ടാളുടെയും വയസ്സ്. റഹീംസ് ഏജ് എന്ന് എഴുതാം, ഏജ് ഓഫ് അങ്ങനെ എഴുതാം. റഹീംസ് ഏജ് ഈക്വൽ ടു എക്സ് -4 അല്ലെ, എക്സ് -4. റഹീമിന്റെ 4 വർഷങ്ങൾക്ക് മുമ്പ്, മലയാളത്തിലാണെങ്കിൽ 4 വർഷങ്ങൾക്ക് മുമ്പ് റഹീമിന്റെ വയസ്സ് എക്സ് -4. അതേപോലെ രാമൂസ് ഏജ് അല്ലെങ്കിൽ ഏജ് ഓഫ് രാമു രണ്ടും എഴുതാൻ. y -4, y -4 രാമുവിന്റെ വയസ്സ്. ഓക്കെ, റഹീമിന്റെ വയസ്സ്. അങ്ങനെ അപ്പോഴ് ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നമുക്ക് ഇവിടുത്തെ കണ്ടീഷൻ എന്താ? ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? 4 years ബിഫോർ റഹീംസ് ഏജ് വാസ് 3 times the age of രാമു. രാമുവിന്റെ വയസ്സിന്റെ 3 times ആണ് അല്ലെ. അപ്പൊ റഹീമിന്റെ വയസ്സ് എക്സ് -4 ആണ്. അത് ഏതിന് ഈക്വൽ ആണ്? രാമുവിന്റെ വയസ്സിന്റെ 3 times ആണ്. 3 times പറയുമ്പോ ഈ വയസ്സിന് 3 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതിയല്ലോ. അപ്പൊ 3 into y -4 ആണ് അല്ലെ, അക്കോർഡിംഗ് ടു ഫസ്റ്റ് കണ്ടീഷൻ. ഒന്നാമത്തെ നിബന്ധന അനുസരിച്ച് 4 വർഷം മുമ്പ് റഹീമിന്റെ വയസ്സ് രാമുവിന്റെ വയസ്സിന്റെ 3 മടങ്ങാണ്. ഓക്കെ, അതിങ്ങനെയാണ് എഴുതേണ്ടത്. ഇനി ഇതിനെ നമുക്ക് ഒന്ന് മാറ്റി എഴുതണം. അതായത് ഈ ലെഫ്റ്റ് സൈഡിൽ ഒരു മാറ്റവും ഇല്ല, അത് തന്നെ എഴുതുക. ഇവിടെ 3 into y -4 എന്നല്ലേ ഉള്ളത്. അപ്പോ ഈ y -4നെ y-നെയും 3 കൊണ്ട് ഇൻറ്റു ചെയ്യണം, 4-നെയും 3 കൊണ്ട് ഇൻറ്റു ചെയ്യണം അല്ലെ. അപ്പൊ 3 into y എത്രയാ വരിക? 3y. ഇനി മൈനസ് ഈ നടുക്കുള്ള മൈനസ്. ഓക്കെ, ഇനി 3 into 4. 3 into 4 എത്ര? 12 അല്ലെ. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടത്? നമുക്കൊരു ഇക്വേഷനെ ആയിട്ട് മാറ്റണ്ടേ? ഇക്വേഷൻ ആക്കണമെങ്കിൽ ഈ എക്സും വൈ എല്ലാം ഒരു സൈഡിലേക്കും നമ്പേഴ്സ് എല്ലാം ഡിജിറ്റ്സ് എല്ലാം ഒരു സൈഡിലേക്കും മാറ്റണം. അപ്പൊ എന്ത് ചെയ്യാം? ഇവിടെയുള്ള -4ന് വലതുവശത്തേക്ക് കൊണ്ടുപോവാ, ഈ 3y ലെഫ്റ്റിലേക്കും കൊണ്ടുവരണമേ. അപ്പൊ നമുക്ക് നോക്കാം. അതിങ്ങനെ ചെയ്താൽ നിങ്ങള് എക്സ് സമം 3y -12 അവിടെ ഉണ്ട്, റൈറ്റിലുണ്ട്. ഇനി -4നെ
റൈറ്റ് സൈഡിലേക്ക് മാറ്റുമ്പോൾ +4 ആവൂലേ? ഈക്വലിന്റെ റൈറ്റ് സൈഡിലേക്ക് മാറ്റുമ്പോൾ +4 ആവും. അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ ഇങ്ങോട്ട് എടുത്താൽ മതി, അല്ലെങ്കിൽ രണ്ടും കൂടെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ ആയാലോ. അപ്പൊ x - 3y = ഇവിടെ എന്താ ഇപ്പൊ ഉള്ളത്? -12 + 4 ഉണ്ട് അല്ലെ? ഈ 3y മാത്രമാണ് നമ്മൾ ഇങ്ങോട്ട് എടുത്തത്. എന്തുകൊണ്ട് ഇവിടെ മൈനസ് ആയത്? ഇവിടെ പ്ലസ് ഉള്ളത് ഈക്വൽ സൈനിന്റെ ലെഫ്റ്റിലേക്ക് മാറ്റുമ്പോൾ, ഓപ്പോസിറ്റ് സൈഡിലേക്ക് മാറ്റുമ്പോൾ സൈൻ മാറുമല്ലോ, പ്ലസ് ഉള്ളത് മൈനസ് ആവും. അപ്പൊ x - 3y = -12 + 4 ആണ് അല്ലെ? ഇനി നമുക്കറിയാം -12 + 4 എത്ര? നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഓപ്പോസിറ്റ് സൈൻ ആണ് അല്ലെ? അപ്പൊ പ്ലസ് ചെയ്യുമ്പോ എന്ത് ചെയ്യണം? അത് മൈനസ് ചെയ്തിട്ട് ഗ്രേറ്റർ നമ്പറിന്റെ സൈൻ ഇടണം അല്ലെ? അപ്പൊ -12 12 + 4 എന്ന് പറഞ്ഞാൽ 12 - 4 അതെത്ര? 8. ഇവിടെ ഗ്രേറ്റർ നമ്പർ 12 അല്ലേ? അതിന്റെ സൈൻ മൈനസ് ആയതുകൊണ്ട് ഇവിടെയും മൈനസ്, അങ്ങനെ -8. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? x - 3y = -8 എന്ന് കിട്ടി. ഇതാണ് ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് കണ്ടീഷൻ യൂസ് ചെയ്തിട്ട് സെക്കൻഡ് ഇക്വേഷൻ ആക്കണം, അതിനുശേഷം സോൾവ് ചെയ്യണം. ഓക്കെ, അപ്പൊ നോക്കാം. അപ്പൊ നെക്സ്റ്റ് കണ്ടീഷൻ എന്താണ്? ആഫ്റ്റർ 2 years it would become 2 times അല്ലെ? പിന്നെ റഹീമിന്റെ ഏജ് രാമുവിന്റെ വയസ്സിന്റെ 2 times ആകും എന്നാണ് അല്ലെ? 2 വർഷം കഴിയുമ്പോൾ. അപ്പൊ 2 വർഷം കഴിയുമ്പോൾ ഇപ്പൊ റഹീമിന് x ആണ് വയസ്സെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ റഹീമിന്റെ വയസ്സ് എത്ര? x + 2 അല്ലെ? അതേപോലെ രാമുവിന് ഇപ്പം y ആണ് വയസ്സെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ 2 വയസ്സ് കൂടുമല്ലോ. അപ്പൊ എത്രേ? y + 2 അങ്ങനെ എഴുതണം. പ്ലസ് ഇട്ടിട്ട് തന്നെ എഴുതണം. അക്ഷരങ്ങളോട് നമുക്ക് കൂട്ടുമ്പോ x + 2 പറഞ്ഞാൽ x2 എന്നോ 2x എന്നൊന്നും എഴുതരുത്. എപ്പോഴാണ് അങ്ങനെ എഴുതേണ്ടത്? x × 2 ആണെങ്കിൽ നമ്മൾ 2x എന്ന് എഴുതുക. പ്ലസ് ആണെങ്കിൽ അങ്ങനെ തന്നെ വെക്കുക വേണ്ടത് കേട്ടോ. അപ്പൊ x + 2ഉം y + 2 ആണ് അവരുടെ രണ്ടാളുടെയും 2 വർഷം കഴിയുമ്പോഴുള്ള വയസ്സ്. അപ്പൊ അത് എഴുതാം. ആഫ്റ്റർ 2 years ആദ്യം കോമൺ ആയിട്ട് എഴുതിയാൽ മതിയേ. ആഫ്റ്റർ 2 years റഹീമിന്റെ ഏജ്, റഹീംസ് ഏജ് = ഇപ്പോൾ x ആണ്, 2 വർഷം കഴിയുമ്പോൾ 2 വയസ്സ് കൂടുമല്ലോ, അപ്പൊ x + 2. അതേപോലെ രാമുവിന്റെ ഏജ്, രാമൂസ് ഏജ് 2 വർഷം കഴിയുമ്പോൾ ഇങ്ങനെ എഴുതിയതുകൊണ്ട് പിന്നെ വീണ്ടും എഴുതണ്ട. ഓക്കെ, രാമൂസ് ഏജ് = y + 2. രാമുവിന് ഇപ്പം y ആണ് വയസ്സ്, 2 വർഷം കഴിയുമ്പോൾ y + 2 ആവും. ഓക്കെ, ഇനി എന്താ കണ്ടീഷൻ എന്താണ്? ആഫ്റ്റർ 2 years it would become 2 times എന്ന് പറയുന്നുണ്ട് അല്ലെ? റഹീമിന്റെ വയസ്സ് രാമുവിന്റെ വയസ്സിന്റെ 2 times ആകും. അപ്പൊ റഹീമിന്റെ വയസ്സ് എത്ര? x + 2 ആണ്. രാമുവിന്റെ വയസ്സിന്റെ 2 മടങ്ങാകും എന്ന് പറഞ്ഞാ ആ കണ്ടീഷൻ അനുസരിച്ച് x + 2 = 2 മടങ്ങ് പറഞ്ഞ് 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം. 2 × y + 2 അല്ലെ? ഇതാ രാമുവിന്റെ വയസ്സ് y + 2 ആണ്. അപ്പൊ 2 മടങ്ങ് എന്ന് പറയുമ്പോ 2 ഗുണിക്കണം y + 2. അപ്പൊ ഈ പിന്നെ ആൾജിബ്ര എഴുതുന്ന രീതി ഞാൻ ഒരു ക്ലാസ് എടുത്തിട്ടുണ്ട്, അത് ഞാൻ ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാട്ടോ. അതിന്റെ ലിങ്ക് സംശയം ഉണ്ടെങ്കിൽ അതൊന്ന് അന്നേരം കണ്ടു നോക്കണേ. x + 2 = 2 × y + 2. ഇനി ഇതിനൊന്ന് മാറ്റണം അല്ലെ? കാരണം എന്താ? ഇവിടെ ഒരു ബ്രാക്കറ്റ്, അതിന്റെ പുറത്ത് അങ്ങനെയൊക്കെ ഇല്ലേ? ഇവിടെ ഇത് ഒന്നും മാറ്റമില്ല, അത് അങ്ങനെ തന്നെ എഴുതിയാൽ മതി. x + 2 = ഇതിനെ എങ്ങനെയാ മാറ്റം വരുത്തേണ്ടത്? 2 × y. ഓക്കെ, 2 × y പറഞ്ഞ 2y. പിന്നെ അത് കഴിഞ്ഞിട്ടില്ല സൈന്, പ്ലസ് ആണെങ്കിൽ പ്ലസ്, മൈനസ് ആണെങ്കിൽ മൈനസ്, അങ്ങനെ പ്ലസ് 2 × 2. ഇവിടുത്തെ 2 × 2 4 ഇങ്ങനെയാണ് വരിക. ഇവിടെ നമുക്കൊരു ഇക്വേഷനിലേക്ക് കൊണ്ടുവരണം. അതിനു വേണ്ടിയിട്ട് എക്സും y ഒക്കെ ഒരു അടുത്തടുത്തും നമ്പേഴ്സ് ഒക്കെ മറ്റേ ഭാഗത്തും വരുന്ന രീതിയിൽ മാറ്റാം. അപ്പൊ ഇവിടെ ഉള്ളത് നമുക്ക് ആദ്യം എഴുതാം x, പിന്നെ ഈ +2നെ ഈക്വൽ സൈനിന്റെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകണം. +2 എന്നുള്ളത് -2 ആവും. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ എന്താണോ ഉള്ളത് അത് ഫസ്റ്റിൽ അങ്ങനെ തന്നെ എഴുതാം, മാറ്റമൊന്നും വരുത്തരുതേ, സൈൻ ഒന്നും മാറണ്ട. 2y + 4 ആണ്. ഈ +2 എന്നുള്ളത് റൈറ്റ് സൈഡിലേക്ക് മാറ്റുമ്പോൾ -2 എന്നാക്കിയാൽ മാത്രം മതി, ബാക്കി ഒന്നിനും മാറ്റം വരുത്തരുത്.
ഒറ്റ സ്റ്റെപ്പിൽ നിങ്ങൾ എഴുതാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ തെറ്റും. അതുകൊണ്ട് ഇങ്ങനെ എഴുതിയാൽ മതി. നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് എഴുതാം? എക്സ് ഈക്വൽ ടു 2y അവിടെ നിൽക്കട്ടെ. അതിന്റെ കൂടെ അക്ഷരം ഉള്ളതുകൊണ്ട് ഇതിന്റെ കൂടെ കൂട്ടാനൊന്നും പറ്റില്ല. 4 മൈനസ് 2 ഈക്വൽ ടു എത്രയാ? അതിന്റെ ആൻസർ എഴുതാം. 4 മൈനസ് 2 പറഞ്ഞാൽ 2 അല്ലെ. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഈ 2y ഇങ്ങോട്ട് എടുക്കാം. അപ്പോ ഈക്വൽ സൈഡിന്റെ ലെഫ്റ്റിലേക്ക് മാറ്റുമ്പോൾ, ഓപ്പോസിറ്റ് സൈഡിലേക്ക് മാറ്റുമ്പോൾ സൈൻ എന്തായാലും മാറ്റണം. മൈനസ് ആണെങ്കിൽ പ്ലസ് എന്നും പ്ലസ് ആണെങ്കിൽ മൈനസും ആക്കണം. അപ്പൊ ഇവിടെ എന്താണോ ഉള്ളത് അതന്നെ ഫസ്റ്റിൽ എഴുതുക. പിന്നെ ഇവിടുന്ന് മാറ്റുന്നതിന് എഴുതുക. എക്സ് മൈനസ് 2y ഈക്വൽ ടു 2. ഇതാണ് എന്ത്? സെക്കൻഡ് ഇക്വേഷൻ. ഇത് രണ്ടുമാണ് നമ്മുടെ ഇക്വേഷൻസ് അല്ലെ. എക്സ് മൈനസ് 3y ഈക്വൽ ടു -8 ആണ് ഇക്വേഷൻ 1. എക്സ് മൈനസ് 2y ഈക്വൽ ടു 2 ആണ് ഇക്വേഷൻ നമ്പർ 2. അപ്പൊ നമുക്ക് ഇത് സോൾവ് ചെയ്തിട്ട് എക്സിന്റെയും വൈയുടെയും വാല്യൂസ് കണ്ടുപിടിക്കണം അല്ലെ. അപ്പൊ ഇവിടുത്തെ എക്സിന്റെ കോഎഫിഷ്യന്റ് രണ്ട് ഇക്വേഷനിലും സെയിം ആണല്ലോ. രണ്ട് ഇക്വേഷനിലും കോഎഫിഷ്യൻസ് അല്ലെങ്കിൽ ഗുണകങ്ങള് ഒന്നാണ്. സെയിം ആയതുകൊണ്ട് നമുക്ക് ഇവിടെ വേറെ മൾട്ടിപ്ലൈ ഒന്നും വേണ്ട. അപ്പൊ ഡയറക്റ്റ് ചെയ്യാം. ഓക്കെ, ഇതിൽ വൈയുടെ കോഎഫിഷ്യന്റ് ഏതാ വലുത്? ഇത് -2 ആണ്, -3 ആണ് അല്ലെ. അപ്പൊ നമുക്കറിയാം -2 ഈസ് ഗ്രേറ്റർ ദാൻ -3 അല്ലെ. -3നെക്കാളും വലുതാണ് -2. അപ്പൊ നമുക്ക് ഇക്വേഷൻ 2 ന്ന് 1 മൈനസ് ചെയ്യാം. ഇക്വേഷൻ 2 മൈനസ് 1. 2ന്റെ ഇക്വേഷൻ എന്താണ്? അതൊന്നും കൂടി എഴുതാം. എക്സ് മൈനസ് 2y ഈക്വൽ ടു 2 എന്നും എക്സ് മൈനസ് 3y ഈക്വൽ ടു -8 എന്നും ആണ് നമ്മുടെ ഇക്വേഷൻ താഴെ എഴുതുക. എന്നിട്ട് മൈനസ് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ഇവിടെ -2 -3 ആണ് അല്ലെ. അപ്പൊ -2 -3 പറഞ്ഞ എത്രയാ? -2 -3 പ്ലസ് മൈനസ് ചെയ്യുമ്പം എത്ര കിട്ടും? 1 കിട്ടും അല്ലെ. എങ്ങനെയാണെന്ന് അറിയാലോ. -2 -3 അല്ലെ. അപ്പൊ എത്ര കിട്ടും? -2. ഈ മൈനസ് കൂടെ പ്ലസ് അല്ലേ ആവുക? -2 + 3 എന്നാവും. അപ്പൊ ഇങ്ങനെ ഓപ്പോസിറ്റ് സൈൻ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഡിഫറൻസ് കണ്ടിട്ട് ഗ്രേറ്റർ നമ്പറിന്റെ സൈൻ ഇടും. അപ്പൊ -2 + 3 എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഡിഫറൻസ് പറഞ്ഞാൽ 1 ആണ്. ഗ്രേറ്റർ നമ്പർ 3 ആയതുകൊണ്ട് അതിന്റെ സൈൻ പ്ലസ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ കിട്ടുന്ന എന്താ? 1y എന്നാണ് കിട്ടുന്നത് അല്ലെ. 1y എന്ന് പറഞ്ഞാൽ എത്രയാണ്? y തന്നെയാണ് അല്ലെ. അപ്പൊ y ഈക്വൽ ടു, ഇനി 2 -8 ആണ് അല്ലെ. 2 -8 പറഞ്ഞ എന്താ? ഇപ്പൊ പറഞ്ഞതുപോലെ 2 -8. അപ്പൊ ഇങ്ങനെ രണ്ട് മൈനസ് വന്ന പ്ലസ് ചെയ്യില്ലേ നമ്മള്. അപ്പൊ 2 + 8 = 10 എന്ന് കിട്ടും നമുക്കില്ലേ. അപ്പൊ y ഈക്വൽ ടു 10 ആണ് അല്ലെ. ഇനി ഈ y ഈക്വൽ ടു 10 എന്നുള്ളത് നമുക്ക് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ കൊടുക്കാം. ഞാൻ ഇക്വേഷൻ 2 കൊടുക്കുന്ന കാരണം മറ്റേതൊരു -8 ഒക്കെ കാണുന്നതുകൊണ്ട് അതിനേക്കാളും സുഖം പോസിറ്റീവ് വരുമ്പോ അല്ലേ. അതുകൊണ്ട് നമുക്ക് ഇത് ചെയ്യാം. അപ്പൊ പുട്ട് y ഈക്വൽ ടു 10 in ഇക്വേഷൻ 2. ഇക്വേഷൻ 2 കൊടുക്കാം നമുക്ക്, അത് നല്ലത്. അപ്പൊ ഇക്വേഷൻ 2 എന്താണ്? അതൊന്നും കൂടി എടുത്ത് എഴുതാൻ. എക്സ് മൈനസ് 2y ഈക്വൽ ടു 2 എന്നാണ് ഇക്വേഷൻ നമ്പർ 2 അല്ലെ. അവിടെ ഈ വൈയുടെ പ്ലേസിലുള്ള വാല്യൂ കൊടുക്കുക. അപ്പൊ എക്സ് മൈനസ് 2y പറഞ്ഞാൽ 2 × y ആണ്. അപ്പൊ 2 × yയുടെ പ്ലേസിൽ y കിട്ടിയ വില കൊടുക്കുക, ആൻസർ കൊടുക്കുക. ഈക്വൽ ടു 2 എന്ന് കിട്ടും. ഈ 2 ബാക്കി എല്ലാം സെയിം തന്നെ. വൈയുടെ സ്ഥാനത്ത് ഈ നമ്പർ കൊടുക്കുക മാത്രമേ വേണ്ടൂ. അടുത്തത് എക്സ് അങ്ങനെ എഴുതുക. ഇതിന്റെ ആൻസർ എഴുതുക. 2 10 ഇൻറ്റു ചെയ്ത് എത്ര കിട്ടുക? 20 അല്ലെ. ഈക്വൽ ടു 2 എന്ന് കിട്ടും. ഇനിയിപ്പോ എക്സ് മൈനസ് 20 ഈക്വൽ ടു 2 ആണെങ്കിൽ എക്സ് എത്ര? 20 + 2 + 20 ഈക്വൽ ടു 22 എന്ന് കിട്ടി. അതായത് എക്സ് ഈക്വൽ ടു 22. അപ്പൊ എക്സ് ആയിട്ട് നമ്മൾ എന്താ എടുത്തിരിക്കുന്നത്? റഹീമിന്റെ ഇപ്പോഴത്തെ വയസ്സ് അല്ലെ. വൈ എന്നത് രാമുവിന്റെ ഇപ്പോഴത്തെ വയസ്സ്. അങ്ങനെയാണെങ്കിൽ റഹീമിന്റെ ഇപ്പോഴത്തെ വയസ്സ് എത്രയാണ്? പെർസെന്റേജ് ഓഫ് റഹീം അല്ലെ. അല്ലെങ്കിൽ ഏജ് ഓഫ് റഹീം എഴുതിയാലും മതി, പ്രസന്റ് എന്നൊന്നും എഴുതിയിട്ടെങ്കിൽ കുഴപ്പമില്ല. അപ്പൊ ഏജ് ഓഫ് റഹീം ഈക്വൽ ടു 22 years. ഇനി ഏജ് ഓഫ് രാമു ഈക്വൽ ടു എത്ര? 10 years
അല്ലെ? അപ്പൊ ഇങ്ങനെയാണ് ആൻസർ കണ്ടുപിടിക്കേണ്ടത്. എളുപ്പല്ലേ? അപ്പൊ ഇതുപോലെ പിന്നെ ധൃതി പിടിച്ച് ഒറ്റ സ്റ്റെപ്പിൽ അങ്ങ് ചെയ്യാൻ വേണ്ടി പോകണ്ട. നിങ്ങൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ വേഗം കിട്ടും. ഒരു തെറ്റാത്ത ആൻസറിലേക്ക് എത്താൻ പറ്റും. പിന്നെ ടൈം വേസ്റ്റ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നന്ദി എല്ലാവർക്കും. ഓക്കെ, താങ്ക് യു.